ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമ്പിൾസ് ഓഫ് ഡുവൽ സ്പേസസ്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ദ ഡുവൽ സ്പേസ് ഓഫ് C0 ഇസ് L1 സ്പേസ് എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് C0 സ്റ്റാർ ഡുവൽ സ്പേസ് ഓഫ് C0ഉം L1ഉം തമ്മിൽ ഒരു ഐസോമെട്രി ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ദേ ആർ ഐസോമോർഫിക് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. സോ ആദ്യം നമ്മൾ C0 എന്ന് പറയുന്ന സ്പേസ് എടുത്തു. C0 എന്താണ് എന്നെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 0യിലേക്ക് കൺവെർജ് ചെയ്യുന്ന റിയൽ സീക്വൻസുകളുടെ സ്പേസ്. ദെൻ അവിടെയുള്ള നോം നമ്മൾ എടുത്തിരിക്കുന്നത് നോം എക്സ് ഈക്വൽ ടു സുപ്രീമം നോമാണ് മാക്സിമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xi വെർ I എലമെൻറ്റ് ഓഫ് n. ഇപ്പോൾ കൺവെർജൻറ്റ് സീക്വൻസുകളായതുകൊണ്ട് അവരൊക്കെ ബൗണ്ടഡ് ആയിരിക്കും. സോ ദിസ് ഈസ് വെൽ ഡിഫൈൻഡ്. ദെൻ L1 സ്പേസിലുള്ള ഒരു എലമെൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാണ്, B വിച്ച് ഇസ് ഈക്വൽ ടു സീക്വൻസ് BI എലമെൻറ്റ് ഓഫ് L1 ഇസ് ഫിക്സഡ്. അപ്പോൾ L1ലുള്ളതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും സമ്മേഷൻ ഓവർ I അബ്സല്യൂട്ട് വാല്യൂ ഓഫ് BI ഇസ് ഫൈനൈറ്റ്. ഇതാണ് അവിടുത്തെ L1 നോം എന്ന് പറയുന്നതും. സോ നോം B1 നോം 1 ഓഫ് B ഈസ് സമ്മേഷൻ ഓവർ I absolute value of BI. Now I am defining a mapping FB from X to R as f of x equal to summation over I xi BI, where this xi is the x is equal to sequence xn. Okay, this is an element of C0 space. So this is not FB, not f of x, it is fb of x. Now from the definition itself it is clear that this is a linear map. മാത്രമല്ല absolute value of fb of x എന്ന് പറഞ്ഞാൽ it is absolute value of summation over I xi bi, and we know that this is less than or equal to summation over I absolute value of xi bi. Okay, so this xi is a convergent sequence, so it is bounded, so that I can replace every xi by maximum of absolute value of xi. So this will be less than or equal to maximum of absolute value of xi where I varies over n, summation over I absolute value of bi, and this is nothing but norm B1, and maximum I element of n absolute value of xi is norm x. So we are getting absolute value of fb of x is less than or equal to norm B1 into norm x, and this is true for every x element of x. ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എഫ് ബി ലീനിയർ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എഫ് ബി ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. സോ ദാറ്റ് ദിസ് എഫ് ബി ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഓൺ C0. ഓക്കെ, മാത്രമല്ല എഫ് ബിയുടെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് കോൺസ്റ്റൻറ്റ് നോം B1നേക്കാൾ ചെറുതായിരിക്കും, ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ ബി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നോം B1 എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ നോം ഓഫ് എഫ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 1 ഓഫ് ബി. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C0ലുള്ള ഏത് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ എടുത്താലും അത് ഈ എഫ് ബിയുടെ ഫോമിലുള്ളതായിരിക്കും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ എനി ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഓൺ C0 ആർ ഓഫ് ദ ഫോം എഫ് ബി ഫോർ സം ബി എലമെൻറ്റ് ഓഫ് L1. അതിന് നമ്മൾ C0 സ്റ്റാറിലുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ് ചൂസ് ചെയ്യുന്നു. അതായത് വി ആർ ചൂസിങ് എൻ ആർബിട്രറി ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഓൺ C0. ഈ എഫ് 0 ആണെങ്കിൽ, എഫ് കംപ്ലീറ്റ്ലി 0 ആണെന്നുണ്ടെങ്കിൽ ബി ഈക്വൽ ടു 0, ഇഫ് വി ടേക്ക് ബി ഈക്വൽ ടു 0, ഈ എഫ് ബിയും 0 ആയിരിക്കും. സോ എഫ് ആൻഡ് എഫ് ബി വിൽ ബി സെയിം. അപ്പോൾ പിന്നെ നമുക്ക് 0 എന്നുള്ള കേസ് അവിടെ ട്രിവിയലായിട്ട് തീരുകയാണ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് എഫ് നോട്ട് ഈക്വൽ ടു 0. ഇനി C0ലുള്ള ചില സീക്വൻസസ് ഞാൻ എടുക്കുകയാണ്. നമ്മൾ യൂഷ്വലി എടുക്കുന്നത് തന്നെ EN. എന്താണ് EN എന്ന് വെച്ചാൽ
nth പൊസിഷനിൽ 1ഉം ബാക്കിയെല്ലാം 0ഉമായിട്ട് വരുന്ന സീക്വൻസസ്. അപ്പോൾ ഉറപ്പായിട്ടും അത് കൺവെർജസ് ടു 0 ആയിരിക്കും. കാരണം ഒരു സ്റ്റേജ് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എന്ന് പറയുന്നത് C0-ലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. ആൻഡ് ഐ ആം ഡിഫൈനിങ് Bn ആസ് f ഓഫ് En. f ഓൾറെഡി ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനലാണല്ലോ. അപ്പോൾ f ഓഫ് En കാണാം. ആ f ഓഫ് Enനെയാണ് ഞാൻ Bn എന്ന് വിളിക്കുന്നത്. ദെൻ Hn എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് absolute value of Bn by Bn if Bn not equal to 0 and 1 if Bn equal to 0. ഇതാണ് ഞാൻ Hn എന്ന് പറഞ്ഞെടുക്കുന്നത്. For each n I am defining Bn Hn like this. So here we have Bn equal to f of En for all n element of n. So that I am taking B as sequence Bn. So Hn-ൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കുക. Absolute value of Bn by Bn if Bn not equal to 0 and 1 if Bn equal to 0. ഇനി ഈ Hn-കൾ ഉപയോഗിച്ച് ഞാൻ yn ഡിഫൈൻ ചെയ്യാണ്. For fixed capital N belongs to natural numbers, let yn equal to summation small n varies from 1 to capital N Hn En. ഇതിൽ En-കളെല്ലാം C0-ലുള്ളവരാണ്. Hn നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സ്കെയിലാസ് ആണ്. സോ ദിസ് ഈസ് എ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് n വെക്ടേഴ്സ് ഇൻ ക്യാപിറ്റൽ N വെക്ടേഴ്സ് ഇൻ C0. അപ്പോൾ ഇതെന്തായാലും C0-ലുള്ള ഒരു എലമെൻ്റ് ആണ്. സോ yn എന്ന് പറയുന്നത് C0-ലുള്ള എലമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഫോർ ഈച്ച് ക്യാപിറ്റൽ N ബിലോങ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. ഇനി എന്തായിരിക്കും നോം ഓഫ് yn എന്ന് നമുക്ക് നോക്കാം. നോം ഓഫ് yn ഡെഫിനിഷൻ പ്രകാരം മാക്സിമം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Hn വെർ n വാരീസ് ഫ്രം 1 to ഇൻഫിനിറ്റി എന്നാണ് വരേണ്ടത്. പക്ഷെ നമുക്കറിയാം yn എന്ന് പറയുന്നതിൽ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഇല്ല, ഫൈനൈറ്റ്ലി മെനി ടേംസേ ഉള്ളൂ. ബാക്കിയെല്ലാം 0 ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഇതിലെ മാക്സിമം ആണ് നമുക്ക് നോം ഓഫ് yn ആയിട്ട് വരിക. ഈ നോം ഓഫ് yn എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Hn ആയിട്ടാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Hn ഇസ് ഓൾവേസ് 1. കാരണം Hn നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഒന്നുകിൽ ഈ Hn എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Bn ബൈ Bn ആണ് ഇഫ് Bn നോട്ട് ഈക്വൽ ടു 0. ഈ കേസിൽ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അല്ലെങ്കിൽ Hn-ൻ്റെ ഡെഫിനിഷൻ ഇഫ് Bn ഈക്വൽ ടു 0 വി ഹാവ് ഡിഫൈൻഡ് Hn ആസ് 1. അപ്പോൾ ഇതിൽ ഏത് കേസായാലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Hn എന്ന് പറയുന്നത് 1 ആണ്. സോ ഓരോ y സഫിക്സ് ക്യാപിറ്റൽ N-ൻ്റെയും നോം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് yn എങ്കിൽ f ഓഫ് yn, f ലീനിയർ ആണ്. സോ f ഓഫ് yn എന്ന് പറയുന്നത് f ഓഫ് സമ്മേഷൻ സ്മോൾ n വാരീസ് ഫ്രം 1 ടു ക്യാപിറ്റൽ N Hn En. Hn സ്കെയിലാർ ആണ്, f ലീനിയർ ആണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N Hn f ഓഫ് En ആൻഡ് f ഓഫ് En ഇസ് ഡിഫൈൻഡ് ആസ് Bn. f ഓഫ് En-നെയാണ് നമ്മൾ Bn, f ഓഫ് En ഡിഫൈൻ ചെയ്യല്ല, f ഓഫ് En-നെ നമ്മൾ വിളിക്കുന്നത് Bn ആണ്. സോ ദിസ് ഇസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N Hn Bn. ഓക്കെ, Hn ഒന്നുകിൽ 1 ആണ് വെൻ Bn ഈക്വൽ ടു 0. അപ്പോൾ Bn ഈക്വൽ ടു 0 ആവുന്ന കേസിൽ Hn Bn എന്ന് പറയുന്നത് 0 ആയിരിക്കും, മോഡ് Bn-ഉം 0 ആയിരിക്കും. ഇനി അതല്ല എങ്കിൽ Bn നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിലാണെങ്കിൽ Hn എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Bn ബൈ Bn ഇൻറ്റു Bn. സോ Bn ഗെറ്റ് ക്യാൻസൽഡ്, വാട്ട് റിമൈൻസ് ഇസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Bn. സോ f ഓഫ് y സഫിക്സ് ക്യാപിറ്റൽ N എന്നുള്ളതിനെ നമുക്ക് സമ്മേഷൻ സ്മോൾ n വാരീസ് ഫ്രം 1 ടു ക്യാപിറ്റൽ N അബ്സല്യൂട്ട് വാല്യൂ ഓഫ് Bn എന്ന് പറയാൻ പറ്റും. ഇനി f എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണലാണ്. ഇറ്റ് ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ. സോ we can say that absolute value of f of yn is less than or equal to norm f into norm yn for every capital N എന്ന് പറയാൻ പറ്റും. ഇതിൽ norm yn എന്ന് പറയുന്നത് 1 ആണ്. So we get absolute value of yn is less than or equal to norm f. പക്ഷേ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് yn നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ N മോഡ് Bn ആണ്. സോ വി ക്യാൻ സേ ദാറ്റ്
summation n varies from 1 to capital N, absolute value of Bn is less than or equal to norm f for all capital N എന്ന് പറയാൻ പറ്റും. ഇത് എല്ലാ ക്യാപിറ്റൽ എന്നിനും ശരിയാണ് എന്നുള്ളത് കൊണ്ട് n എത്ര വലുതായാലും ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണെന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി എന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് എൻ ആണ്. ലിമിറ്റ് എടുത്താൽ മതി, ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്കറിയാം എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ, അല്ലെങ്കിൽ സപ്പോസ് എ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണെന്ന് കരുതുക. എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ ഓൾ എൻ ആണ് എങ്കിൽ ലിമിറ്റ് ഓഫ് എ എന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. ആ പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എവരി ക്യാപിറ്റൽ എൻ ദിസ് സമ്മേഷൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ടേക്ക് ലിമിറ്റ് ക്യാപിറ്റൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദിസ്. ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നോം 1 ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണ്. ഈ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ലെസ് ദാൻ ഇൻഫിനിറ്റിയുമാണ്. അപ്പോൾ ബി എലമെൻറ്റ് ഓഫ് L1 ആവും. മാത്രമല്ല ആ ബിയുടെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആവുകയും ചെയ്യും. സോ അതും നമ്മൾ നോട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തു, അത് L1-ലുള്ളതാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എടുത്ത എഫ് ഓഫ് എക്സ്, ഒരു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷണൽ എഫ് എടുത്തിട്ടുണ്ട്. ആ എഫ് എന്ന് പറയുന്നത് എഫ് ബി ആണ്. വെർ എഫ് ബി ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ആസ് സമ്മേഷൻ ഓവർ എൻ എക്സ് എൻ ബി എൻ. ഫോർ എവറി എക്സ് എലമെൻറ്റ് ഓഫ് സി നോട്ട് എഫ് ഓഫ് എക്സ് സെയിം ആസ് എഫ് ബി ഓഫ് എക്സ് എന്നാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എക്സ് സി നോട്ടിലുള്ള ഒരു എലമെൻ്റാണ്. സി നോട്ടിൻ്റെ ഒരു സബ് സ്പേസ് ആണ് സി നോട്ട് നോട്ട്. സി നോട്ട് നോട്ട് മീൻസ് ഇവൻച്വലി സീറോ സീക്വൻസസ്. സോ സപ്പോസ് എക്സ് എലമെൻറ്റ് ഓഫ് സി നോട്ട് നോട്ട്, ദെൻ ആഫ്റ്റർ എ പർട്ടിക്കുലർ സ്റ്റേജ് എക്സ് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ എലമെൻറ്റ്സും സീറോയാണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സിനെ നമുക്ക് ഇതാണ് ഈ എൻ എന്ന് പറയുന്ന സ്റ്റേജിന് ശേഷമാണ് എല്ലാ എക്സ് എന്നും സീറോ ആവുന്നതെന്ന് കരുതുക. സോ ദിസ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ സ്മോൾ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ എക്സ് എൻ ഇ എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇ എൻസ് ആയിട്ട് നമുക്കിതിനെ എഴുതാൻ പറ്റുന്നുണ്ട്. ആ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ എക്സ് എൻ എഫ് ഓഫ് ഇ എൻ ആണ്. f of en is bn, so summation n equal to 1 to capital N xn bn, which is nothing but fb of x. So if x is an element of c naught naught, f of x is same as fb of x എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് എന്താണോ ആവശ്യമുള്ളത് that is true for every x element of c naught naught. ഈ c naught naughtൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is a dense subset of c naught. ഇവിടെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കാരണം എഫ് ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ബൗണ്ടഡ്നെസ് ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. ലീനിയർ ഫങ്ഷണൽസിൻ്റെ കേസിൽ ബൗണ്ടഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് എഫ് ബി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. കാരണം നമ്മൾ ആദ്യം എഫ് ബിയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ റെഫർ ഇക്വേഷൻ 1 നമ്മൾ നോം എഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 1 ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് എഫ് ബി ഈസ് ബൗണ്ടഡ്. അതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആണ്. സോ എഫും എഫ് ബിയും രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ആൻഡ് ബോത്ത് ഓഫ് ദം എഗ്രി ഓൺ എ ഡെൻസ് സബ്സെറ്റ് ഓഫ് സി നോട്ട്. എഫും എഫ് ബിയും ഒരു ഡെൻസ് സബ്സെറ്റ് ഓഫ് സി നോട്ടിൽ ഒരേ വാല്യൂസാണ് എടുക്കുന്നത് എങ്കിൽ ദേ ഷുഡ് ബി ഈക്വൽ ഓൺ എൻറ്റയർ സി നോട്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു എഫ് ബി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു ടേക്ക് ബി എലമെൻറ്റ് ഓഫ് L1. ആ ബി ഉപയോഗിച്ച് നമ്മളൊരു ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ ഡിഫൈൻ ചെയ്തു. ദെൻ പിന്നീട് നമ്മൾ കാണിച്ചത് സി നോട്ടിലുള്ള ഏത് ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽ എടുത്താലും ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എഫ് ബി എന്നും പറഞ്ഞു. സോ ദർ ഈസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ഓൺ സി നോട്ട് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് L1. Now
ഈ 1ഉം 2ഉം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1ൽ നമ്മൾ പറഞ്ഞു നോം എഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 1 ഓഫ് ബി. 2ൽ പറഞ്ഞു നോം 1 ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ്. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തു എഫും എഫ് ബിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് നോം എഫ് ഇസ് സെയിം ആസ് നോം 1 ഓഫ് ബി or norm of FB is same as norm 1 of B. So, if I define a map phi from L1 to C0 star as phi of B is equal to FB, then ഈ phi എന്ന് പറയുന്നത് ഒരു ലീനിയർ ഐസോമെട്രി ബിറ്റ്വീൻ L1 ആൻഡ് C0 സ്റ്റാർ ആയിരിക്കും. ഐസോമെട്രി ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. കാരണം നോം ഓഫ് എഫ് ബി എന്ന് പറയുന്നതും ബെറ്റർ ഐ വിൽ റൈറ്റ് ദിസ് ആസ് എഫ് ബി. സോ നോം എഫ് ബി എന്ന് പറയുന്നതും നോം 1 ഓഫ് ബി എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓർ ദിസ് ഇസ് സെയിം ആസ് നോം ഓഫ് ഫൈ ഓഫ് ബി സെയിം ആസ് നോം 1 ഓഫ് ബി. ഈ ഫൈ ഓഫ് ബി എന്ന് പറയുന്നത് C0 സ്റ്റാറിലുള്ള നോമിന് ഇവിടെ എടുക്കുന്നത് C0 സ്റ്റാറിലുള്ള നോമാണ്. ഇത് L1 നോം. സോ ദർ ഈസ് എ ലീനിയർ ഐസോമെട്രി ബിറ്റ്വീൻ C0 സ്റ്റാർ ആൻഡ് L1. സോ ഡുവൽ ഓഫ് C0 എന്ന് പറയുന്നത് L1 ആണ് എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇനി കൂടുതൽ സ്പേസുകളുടെ ഡുവൽ സ്പേസ് എന്താണ് എന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. സോ ഓൾ ദ ബെസ്റ്റ്.